സ്ഥിരമായിട്ട് മൂക്കിൽ നേസൽ ഡ്രോപ്സ് ഉപയോഗിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ. നേസൽ ഡ്രോപ്സുകൾ ഉപയോഗിക്കാത്ത ആളുകൾ വളരെയധികം കുറവായിരിക്കും. ഇങ്ങനെ മൂക്കിൽ നമ്മൾ ഈ നേസൽ ഡ്രോപ്സ് ഒറ്റിക്കുമ്പോൾ ആ ഒരു സമയത്ത് മൂക്കിലെ രക്തക്കുഴലൊക്കെ നന്നായിട്ട് ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. അതുവഴി തന്നെ നമുക്ക് നന്നായിട്ട് ശ്വാസം എടുക്കാൻ പറ്റുന്നു. ഇങ്ങനെയുള്ള നേസൽ ഡ്രോപ്സുകളൊക്കെ ഒരു 7 ദിവസമേ കൂടി വന്നാൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒരാഴ്ചയിൽ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ മൂക്കടപ്പ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതൊരു അസുഖമാണ്. അതിനാണ് നമ്മൾ റൈനൈറ്റിസ് മെഡിക്കമെന്റോസ എന്ന് പറയുന്നത്. മരുന്നുകൾ ഉപയോഗിച്ചിട്ട് വീണ്ടും വീണ്ടും ഈ നേസൽ ഡ്രോപ്സ് ഉപയോഗിക്കുമ്പോൾ അത് തീരെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പ്രവണതയിലേക്ക് പോവുകയാണ് കൂടുതലായിട്ട് ചെയ്യുക. ഇങ്ങനെ നേസൽ ഡ്രോപ്സ് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു 7 ദിവസത്തിൽ കൂടുതൽ നിങ്ങൾ എന്തായാലും ഇത് ഉപയോഗിക്കാൻ പാടില്ല. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് മൂക്കടപ്പ് വരുന്നത് എന്നുള്ളത് കണ്ടെത്തുകയും അതിനുള്ള ഒരു പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അലർജിയുള്ള അധികം ആളുകൾക്കും വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് മൂക്കടപ്പ് ഉണ്ടാവാറുണ്ട്. ഗർഭിണിയായിട്ട് കുറച്ച് വലുതായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ മൂക്കിലെ ദശ ഉണ്ടാവാറുണ്ട്. ഇതിനൊക്കെ ബേസിക് ആയിട്ടുള്ള കാരണങ്ങൾ കണ്ടെത്തുക, അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുകയാണ് വേണ്ടത്. ഈ നേസൽ ഡ്രോപ്സ് ഉപയോഗിക്കുന്നത് വഴി നിങ്ങളുടെ മൂക്കടപ്പ് കൂടുതലാവുകയും സ്ഥിരമായിട്ടൊരു മൂക്കടപ്പിലേക്ക് മാറുകയുമാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക. മൂക്കടപ്പും അലർജിയുമായി ബുദ്ധിമുട്ടുന്ന ആളുകളിലേക്ക് ഈ വിവരം നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യൂ.